ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് വേദവ്യാസൻ്റെ ജനനത്തിനെക്കുറിച്ചുള്ള കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പോകാം. പണ്ട് ചേതി രാജ്യത്തിലെ രാജാവായിരുന്ന വസു ദേവേന്ദ്രനെ സേവിച്ച് പ്രീതി സമ്പാദിച്ചു. ഇന്ദ്രൻ വൈഷ്ണവമായ ഒരു വടിയും വില കൽപ്പിക്കാനാവാത്ത വിശിഷ്ടമായ ഒരു മാലയും വസുവിന് നൽകി. അതിനും പുറമെ ദേവന്മാരെ പോലെ ആകാശമാർഗത്തിൽ സഞ്ചരിക്കാൻ ദിവ്യമായ ഒരു വിമാനവും നൽകി. ആ വിമാനത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ആകാശത്ത് സഞ്ചരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വസുവിന് ഉപരിചരൻ എന്നൊരു പേരും ലഭിച്ചു. അദ്ദേഹം ഇന്ദ്രപുരിയിലും ദേവലോകത്തും എമ്പാടും ഇഷ്ടം പോലെ താമസിക്കുകയും യാത്ര ചെയ്യുകയും ചെയ്തു. ഒരിക്കൽ വസു കാട്ടിൽ നായാട്ട് നടത്തുമ്പോൾ പക്ഷി മൃഗാദികൾ ഇണചേരുന്നത് കണ്ട് ഇന്ദ്രിയ സ്ഖലനമുണ്ടായി. ആ ബീജം ഒരു പരുന്ത് കൊത്തിയെടുത്തു പോകുമ്പോൾ കാളിന്തി നദിയിൽ വീണുപോയി. ബ്രഹ്മശാപമേറ്റ അദ്രിക എന്നൊരു അപ്സരസ് ആ നദിയിൽ മത്സ്യമായി കഴിയുന്നുണ്ടായിരുന്നു. ആ മത്സ്യം നദിയിൽ വീണ ബീജം വിഴുങ്ങുകയും ഗർഭിണിയാവുകയും ചെയ്തു. ഗർഭിണിയായ ആ മത്സ്യത്തെ ഒരു മുക്കുവൻ വല വീശി പിടിച്ചു. മുക്കുവൻ മീനിൻ്റെ വയർ കീറിയപ്പോൾ 2 മനുഷ്യ ശിശുക്കളെ കണ്ട് അത്ഭുതപ്പെട്ട് രാജാവായ വസുവിനെ വിവരമറിയിച്ചു. രാജാവ് പെൺകുട്ടിക്ക് കാളയെന്നും ആൺകുട്ടിക്ക് മത്സ്യനെന്നും പേരിട്ടു. മത്സ്യഗന്ധിയായ കാളയെ വളർത്താൻ മുക്കുവനെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. കാളി അതിസുന്ദരിയായ ഒരു യുവതിയായപ്പോൾ കാളിന്തി നദിയിൽ കടത്തുവഞ്ചി തുഴയുന്ന തൊഴിലിൽ ഏർപ്പെട്ടു. സുന്ദരിയായ കാളിയെ കണ്ട് യുവാക്കന്മാരെല്ലാം അവളെ മോഹിച്ചു. അക്കാലത്തൊരു ദിവസം പരാശര മഹർഷി തോണിക്കടവിൽ ചെന്ന് നദി കടത്തണമെന്ന് അദ്ദേഹം കാളിയോട് ആവശ്യപ്പെട്ടു. മഹർഷിയെ കണ്ട് ആദരപൂർവ്വം മത്സ്യഗന്ധി അകന്നു നിന്നു. അവളുടെ സൗന്ദര്യ തികവിൽ മഹർഷിയും മതിമറന്നുപോയി. അദ്ദേഹം വള്ളത്തിൽ കയറിയിരുന്നു. മത്സ്യഗന്ധിയായ കാളി വിനയപൂർവ്വം വഞ്ചി തുഴഞ്ഞു. നദീമധ്യത്തിൽ വഞ്ചി എത്തിയപ്പോൾ പരാശരൻ കാമപരവശനായി കാളിയെ തന്നിലേക്ക് അടുപ്പിച്ചു. അവൾ പരിഭ്രാന്തയായി. എന്നെ വിടൂ എന്നവൾ അപേക്ഷിച്ചു. പക്ഷേ മുനി അതൊന്നും ശ്രദ്ധിച്ചില്ല. തപശക്തിയാൽ അദ്ദേഹം തോണിക്ക് ചുറ്റും മൂടൽമഞ്ഞിൻ്റെ മറ സൃഷ്ടിച്ചു. പരശര മുനിയുടെ ആലിംഗനത്തിലമർന്ന കാളി എന്ന മത്സ്യഗന്ധിക്ക് അപ്പോൾ മുനിയുടെ അനുഗ്രഹത്താൽ കസ്തൂരിയുടെ മണം ലഭിച്ചു. കാളി ഗർഭിണിയായി. ഉടനെ തന്നെ ഒരു പുത്രനെ പ്രസവിച്ചു. ജനിച്ച ഉടൻ തന്നെ കുട്ടിക്ക് യൗവനമാവുകയും ചെയ്തു. ാകട്ടെ പഴയതുപോലെ കന്യകയാകുകയും ചെയ്തു. ഇതെല്ലാം പരാശരൻ്റെ തപശക്തി മൂലം സംഭവിച്ചതാണ്. തൻ്റെ പുത്രന് മുനി ദ്വൈപായനൻ എന്ന് നാമകരണം ചെയ്തു. പിന്നീട് അദ്ദേഹം ബദരായണൻ എന്നും കറുപ്പ് നിറമായതുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ എന്നും അറിയപ്പെട്ടു. ദ്വൈപായനൻ അപാരമായ ബുദ്ധിശക്തിയും ജ്ഞാനവും ആർജിച്ച് വേദങ്ങളെല്ലാം നന്നായി പഠിച്ച് അതിനെ 4 വിഭജിച്ചു. വേദങ്ങളെ അപ്രകാരം വ്യസിച്ചതിനാൽ വേദവ്യാസൻ എന്ന പേരും അദ്ദേഹത്തിന് ലഭിച്ചു. ഈ വേദങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ അദ്ദേഹം പുരാണങ്ങൾ രചിച്ചു. 4 ശിഷ്യന്മാരായിരുന്നു വേദവ്യാസനും. 4 പേരെയും ഓരോ വേദങ്ങൾ വീതം പഠിപ്പിച്ചു. 5ാമത്തെ വേദമായി അറിയപ്പെടുന്ന ഭാരതം വൈശമ്പായനൻ എന്ന ശിഷ്യനും പഠിപ്പിച്ചു കൊടുത്തു. ഇതിഹാസങ്ങളും പുരാണങ്ങളും മറ്റൊരു ശിഷ്യനായ സൂതനെയും അഭ്യസിപ്പിച്ചു. വൈശമ്പായന മുനിയോട് ജനമേജയ രാജാവ് ചോദിച്ചു, മഹർഷി, യയാതിയുടെ പുത്രനായ പുരു വളരെ പ്രസിദ്ധനായ പുരുഷനാണെന്ന് കേട്ടിട്ടുണ്ട്. ആ പുരുവിൻ്റെ കഥ പറഞ്ഞാലും. ആ പരമ്പരയിലാണല്ലോ ദുഷ്യന്തനും മറ്റും ഉണ്ടായത്. എങ്കിൽ കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് മുനി ആ കഥ പറയാൻ തുടങ്ങി. ആ കഥയുമായി മറ്റൊരു ദിവസം വരാം. ടാറ്റാ.